വയനാട് പുൽപ്പള്ളിക്കാരെ വിറപ്പിച്ച കടുവയെ തിരുവനന്തപുരം മൃഗശാലയിലെത്തിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ രാവിലെ 10 മണിയോടെയാണ് പെൺകടുവയെ മൃഗശാലയിലെത്തിച്ചത്. കടുവയുടെ പരുക്കുകൾ ചികിത്സിച്ച ശേഷം പ്രദർശനത്തിനായി മാറ്റും. വയനാട് പുൽപ്പള്ളി ഭാഗത്ത് കാട്ടിലും നാട്ടിലുമായി വിഹരിച്ച കടുവയ്ക്ക് ഇനി കാടും നാടുമെല്ലാം തിരുവനന്തപുരം മൃഗശാലയിലെ കൂടാണ്. നാട്ടിലിറങ്ങി വിലസിയ 8 വയസ്സുള്ള ഈ പെൺകടുവയെ വനംവകുപ്പ് പിടികൂടി തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിക്കുകയായിരുന്നു. ഏറെ നാൾ വയനാട് പുൽപ്പള്ളി അമരക്കുനി ഭാഗത്തെ വളർത്തുമൃഗങ്ങളെ കൊന്നുതിന്ന് ഒരു നാടിനെയാകെ വിറപ്പിച്ച കടുവയെയാണ് മൃഗശാലയിലെത്തിച്ചത്. മൃഗശാലയിലെ മൃഗാശുപത്രിയിലാണ് കടുവയെ ആദ്യം പ്രവേശിപ്പിച്ചത്. ഏകദേശം അരമണിക്കൂർ നീണ്ട ശ്രമകരമായ പ്രയത്നത്തിലൂടെയാണ് മൃഗശാല, ഫോറസ്റ്റ്, RRT ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം കടുവയെ മൃഗശാലയിലെ വാർഡിലേക്ക് മാറ്റിയത്. കടുവയെ ഇനി 2 ആഴ്ച ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുമെന്ന് തിരുവനന്തപുരം മൃഗശാല ഡയറക്ടർ മഞ്ജുളാദേവി മാധ്യമങ്ങളോട് പറഞ്ഞു. കടുവയുടെ പരിക്കുകൾ ചികിത്സിച്ച ശേഷം പ്രദർശനത്തിനായി മാറ്റും. ഇനിയുള്ള ദിവസം ഇതിന് ആവശ്യമായ ചികിത്സ എന്തൊക്കെയാണെന്നുള്ളത് നിർണ്ണയിക്കുകയും അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പരിശോധനകളും നടത്തി കഴിഞ്ഞ് അവയ്ക്ക് ഇപ്പോൾ അതിനുള്ള ഇഞ്ചുറിയും എല്ലാം മാറ്റി ശുശ്രൂഷിച്ച് അവയെ അതിനെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലാക്കിയതിന് മാത്രം നമ്മൾ ഡിസ്പ്ലേയിലോട്ട് കൊണ്ടുപോകാൻ. വയനാട്ടിലെ കൂപ്പാടിയിൽ പ്രവർത്തിക്കുന്ന വനംവകുപ്പിന്റെ കടുവ പുനരധിവാസ കേന്ദ്രത്തിൽ കടുവകളുടെ എണ്ണം കൂടിയതിനാലാണ് തിരുവനന്തപുരം മൃഗശാലയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചത്. വയനാട്ടിൽ നിന്നും മുൻപ് പിടികൂടിയ ജോർജ് എന്ന കടുവയാകും ഇനി മൃഗശാലയിലേക്ക് എത്തുക. 3 ബംഗാൾ കടുവയും 2 വെള്ളക്കടുവയുമുള്ള മൃഗശാലയിൽ ഇതോടെയാകെ കടുവകളുടെ എണ്ണം 7 ആകും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.